വിമൻ എന്ന് പറയുന്ന ഫെമിനൻ എനർജി എന്ന് പറയുന്നതിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. നമുക്ക് നമ്മുടെ വർക്കും ലൈഫും ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസൈഡ് എനർജി നമ്മുടെ ഉള്ളിലുണ്ട്. ഇപ്പം പണ്ട് ഈ ഫെമിനൻ എനർജി ആൻഡ് മസ്കുലൻ എനർജി ശിവപാർവതി പോലെ, അതായത് ശിവനെയും പാർവതിനെ സെപ്പറേറ്റ് ആയിട്ട് നിർത്താൻ പറ്റില്ല. ഇപ്പൊ ശിവപാർവതി എന്ന് വെച്ചാൽ ഒരേ രൂപത്തിലാണ് രണ്ടുപേരെ കാണും എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഈ രണ്ട് എനർജിയും വേണം. പക്ഷെ ബേസിക് ആയിട്ട് ഒരു പെൺകുട്ടിയായിട്ട് നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് ഫെമിനൻ എനർജിയാണ് കൂടുതലായിട്ട് വരിക. അതായത് നർച്ചറിങ്, കെയറിങ്, ലവ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒന്ന് കരുതുക, ഇതൊക്കെ കൂടുതൽ വരുന്നത് ഫീമെയിൽസിനാണ്. മെൻ എന്ന് പറയുമ്പോൾ അവരൊരു പ്രൊവൈഡറാണ്. അതായത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക, പ്രൊവൈഡർ ആവുക, അതായിരുന്നു പണ്ടത്തെ കാലം തൊട്ടുള്ള റോൾസ് വെച്ച് നോക്കുമ്പോൾ. പക്ഷെ ഇപ്പൊ ഇന്ന് വിമൻ പ്രൊവൈഡർ ആവാൻ പറ്റും അവർക്ക്. അപ്പൊ പ്രൊവൈഡർ ആയപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവരുടെ ബേസിക് ആയിട്ടുള്ള ട്രേറ്റ്സ് ഉണ്ടല്ലോ, നർച്ചർ ചെയ്യുക, കെയർ ചെയ്യുക, സ്നേഹിക്കുക, എല്ലാവരും ഒത്തൊരുമിച്ച് നിർത്തുക, ഇതിനൊന്നും എഫേർട്ട് എടുക്കാൻ ആരും തയ്യാറല്ല. സോ നമ്മുടെ ബേസിക് ട്രേറ്റ്സിൽ നിന്നുകൊണ്ട് അതിനെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് അടുത്ത ലെവലും കൂടെ വളരാം. അപ്പം നമ്മുടെ ഫെമിനൻ എനർജീനെ മസ്കുലൻ എനർജീനെ ബാലൻസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ ബാലൻസിങ് ആണ് ഒരു വിമനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത്. സോ ആ ഒരു എനർജി എല്ലാ സ്ത്രീകളുടെ ഉള്ളിലും ദൈവം തന്നിട്ടുണ്ട്. അതൊന്ന് റിയലൈസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുറത്തേക്കൊന്നും നോക്കണ്ട, നമുക്ക് നമ്മളോട് തന്നെയുള്ള സെൽഫ് കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ എനിക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്, പിന്നെ അതുപോലെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഇപ്പോൾ ഒരു ദിവസം ജുവൽ എടുത്തു നോക്കിയോ, ജുവലിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ചെയ്യുന്ന എത്ര കാര്യങ്ങളുണ്ടാവും. അപ്പം പലപ്പോഴും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് വരുമ്പം നമ്മൾ അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല, നമ്മുടെ ഇഷ്ടങ്ങൾ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോഴാണ് നമ്മൾ ശരിക്കും കംപ്ലൈനിങ്ങിലേക്ക് മനസ്സിലാക്കുന്നില്ല. നേരെ മറിച്ച് ജുവലിന് പ്രാധാന്യമുള്ള കാര്യം ജുവൽ ആ ഡേയിൽ സമയം അതിന് നിശ്ചിതമായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ്, ആ വോയിഡ്നെസ് അവിടെ ഫീൽ ചെയ്യില്ല, അങ്ങനെ ചെയ്യില്ല. അപ്പൊ സോ നമ്മൾ കേപ്പബിൾ ആണ്. പക്ഷെ നമ്മൾ അതോടൊപ്പം തന്നെ ഈ നമ്മൾ കുടുംബവും ഇതൊക്കെ ആയിട്ട് ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് ഈ പ്രപഞ്ചം തന്നെ നിലനിൽപ്പുള്ളൂ. എല്ലാവരും അവരവരുടെ സ്വാതന്ത്ര്യം സുഖം ചിന്തിച്ച ആർക്കും ഒരു ജീവിതം ഉണ്ടാവില്ല. കാരണം ഈ പ്രപഞ്ചത്തെ ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നദിയുടെ വെള്ളം നദിയാണ് കുടിക്കുന്നത്, അല്ല. ഇപ്പോൾ പുല്ല് തന്നെയാണോ, അല്ല പശുവാണ് തിന്നുന്നത്, പശുവിൻ്റെ പാല് നമ്മളാണ് കൂടി എന്ന് പറഞ്ഞ മാതിരി എല്ലാം ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ സോ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഒരു ചരാചരമായിട്ട് ജനിക്കുമ്പോൾ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യണം എന്നുള്ള ഒരു ദൗത്യം കൂടെ നമ്മുടെ കർമ്മയുണ്ട്. അപ്പം എല്ലാം എൻ്റെ സുഖം, എൻ്റെ മാത്രം ഇഷ്ടം എന്ന് ചിന്തിച്ചാൽ അതല്ല യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ ഒരു വിശ്വാസത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് ദൈവം കുറേ സ്കിൽസ് തന്നിട്ടുണ്ട്. അതായത് ആ സ്കിൽസിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പർപ്പസിലേക്ക് എത്താൻ പാകത്തിലുള്ള ഡിസിപ്ലിൻ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ്. ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും പരാതികളായിരിക്കും. അല്ലാതെ തോന്നുന്ന രീതി ജീവിക്കുക എന്നുള്ളതല്ല ശരിക്കും സ്വാതന്ത്ര്യം. അങ്ങനെ തോന്നുന്ന രീതിയിൽ ജീവിക്കുന്ന ഒരു 10 വർഷം ജീവിച്ചിട്ട് പുറകോട്ട് പോകുമ്പോൾ അവർക്ക് റിഗ്രറ്റ് തന്നെയായിരിക്കും. കാരണം അങ്ങനെയുള്ളവരെ ഞാൻ നിരന്തരം കാണുന്നവരാണ്. ഒരു കാലഘട്ടത്തിൽ മുഴുവൻ അങ്ങനെ ജീവിച്ചു, പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു അന്നത്തെ കാലഘട്ടം എന്തിനായിരുന്നു, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളും ഉണ്ട്. പക്ഷെ ഇപ്പം ആളുകൾ കാണുന്ന കൂടുതലും അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് അതിനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. പക്ഷെ ഈ ഒരു അവയർനെസ് എല്ലാവരിലേക്കും കൊണ്ടുവരിക. നമ്മൾ കേപ്പബിൾ ആണ്. വൺസ് നമ്മളുടെ മസ്കുലൻ എനർജീനെയും ഫെമിനെയും ബാലൻസ് ചെയ്യാൻ പഠിച്ചാൽ മതി. ഇപ്പം ഡിവോഴ്സ് കേസുകളൊക്കെ ഒത്തിരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത് എന്തായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഇന്നത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതം കുറച്ചും കൂടെ നന്നായിരിക്കില്ലേ, അങ്ങനെ തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇപ്പോൾ ചിലപ്പോൾ ചിലർ സോഷ്യൽ മീഡിയാസിൽ അഡിക്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഫോണിന് അഡിക്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ ചിലർ ന്യൂസുകൾക്ക് അഡിക്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവാനായിട്ട് ആ ഒരു കാര്യമൊക്കെ തന്നെ മതി. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്തേക്കൊക്കെ ഇഷ്ടംപോലെ ക്ലയൻസ് വരുമ്പോൾ ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ നിന്ന് ഇതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ജീവിതം കുറച്ചും കൂടെ അടിപൊളിയായനെ അങ്ങനെ തോന്നുന്നത് എന്തെങ്കിലും? ഒന്ന്, ഈ പറഞ്ഞ പോലെ സെൽഫ് സെൻറ്റേർഡ് ആവാതിരിക്കാന്നുണ്ട്. ഇപ്പം എൻ്റെ സുഖം, എൻ്റെ കാര്യം, എൻ്റെ ഇഷ്ടങ്ങൾ അങ്ങനെ ആവുമ്പോഴും പിന്നെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് വയ്ക്കുക. അതിന് സോഷ്യൽ മീഡിയ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇപ്പം ഒരേ പ്രോഗ്രാമിന് പോകുന്ന 2 ദമ്പതികൾ ആ ഒരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ദമ്പതികൾ അപ്പം തന്നെ സ്റ്റോറി ഇട്ടു, സ്റ്റാറ്റസ് ഇട്ടു, അല്ലെങ്കിൽ വേണമെങ്കിൽ വേണ്ട പ്രൊഫൈൽ പിക്കും കൂടെ മാറ്റിയിട്ടു. മറ്റേ ദമ്പതിയിലെ പാർട്ണർ പറയുവാണ് ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് പിന്നെ ആട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് എൻ്റെ സോൾമേറ്റേ അല്ല, ഇയാൾക്ക് എന്നോട് ഒട്ടും ഇഷ്ടമില്ല എന്നാ പറയുന്നത്. പക്ഷെ അത് അതുകൊണ്ടാവണമെന്നില്ല. അയാളുടെ ഇപ്പം ചിലപ്പോൾ അവരവരുടെ പേഴ്സണൽ ലൈഫിന് കൊടുക്കുന്ന ഒരു പ്രൈവസി ആവാതെ
മറ്റൊരാൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, അത് അവരുടെ ഇഷ്ടമായിരിക്കും. ഇപ്പൊ ഏതാ ശരി തെറ്റെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളായിരിക്കും. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ഞങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട്, അതിനാണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, എൻ്റെ ലൈഫിൽ ഒന്നുമില്ല, ഞാൻ എന്തോ വെറുതെ ഒരു ജീവിതം എൻ്റെ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ലോ സെൽഫ് എസ്റ്റീമും ഡിപ്രസീവ് ഫീലിങ്സും ലോൺലിനെസ്സും, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, സ്നേഹിക്കാൻ ആരുമില്ല എന്നുള്ള ഫീലിങ്സ് ഒക്കെ കൂടുതലായിരിക്കും. അപ്പം അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഒഴിവാക്കുക. പിന്നെ നമ്മുടെ പാർട്ണർ എന്ത് നേച്ചറാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വാല്യൂസ് ഉണ്ടാവും, പ്രയോറിറ്റീസ് ഉള്ള കാര്യങ്ങളാണ്. രണ്ടുപേരും ഓപ്പൺ ആയിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇപ്പൊ വരുന്നതും മെയിൻ ഒരു കാര്യം. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ തന്നെ അവരുടെ എന്തെങ്കിലും പ്രതികരണം കൊണ്ട് നമ്മളങ്ങ് ആലോചിച്ചെടുക്കുകയാണ് അല്ലേ. പൊതുവേ ഇപ്പൊ ഒരാള് എന്നോട് അങ്ങനെ പറഞ്ഞു, ചിലപ്പോൾ അയാൾ ഇങ്ങനെ ആയിരിക്കും, അയാൾ അല്ലെങ്കിൽ അങ്ങനെ പറയില്ലല്ലോ. പക്ഷെ അത് നമ്മൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അപ്പം അതിനും ഞാൻ ലീവ് ലൈഫിൽ ഒരു പ്രോഗ്രാമിന് സീക്രട്ട് ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാൻ വരുന്ന ആളുകൾക്ക് വരാം. ഇപ്പം നമ്മൾ ഡ്രസ്സിനും ഇതിനൊക്കെ എത്രയോ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ ഒരു കല്യാണത്തിന് മുമ്പ് ആ കുട്ടികളെ രണ്ടുപേരെ വിടുവാണെങ്കിൽ അവർ രണ്ടുപേരുടെയും വാല്യൂസ് എന്താണ്, എങ്ങനെ വേണം ഒരു മാരീഡ് ലൈഫിലേക്ക് പോവാം. അതൊരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് പോലെ അല്ല ആ കോഴ്സ് പോകുന്നത്. പക്ഷെ അതൊക്കെ പഠിക്കുന്നത് ഒത്തിരി നല്ലതാണ്. എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, എന്താണ് ഒരു പാർട്ട്ണറുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് എന്താണ്, ഇങ്ങനെയൊക്കെ. പിന്നെ ദമ്പതികൾ ഫോളോ ചെയ്യേണ്ട റിച്വൽസ് എന്താണ്, ഇതൊക്കെ നമ്മൾ അവിടെ പഠിപ്പിക്കും. അപ്പൊ എപ്പോഴും ആ ഒരു ബോണ്ടിങ്ങും സ്നേഹവും ഒക്കെ നിലനിർത്താനായിട്ട് അത് സഹായിക്കും. ഇതുപോലെ പാർട്ട്നേഴ്സ് ഒക്കെ വരുമ്പോഴേ, ക്ലയൻസ് ആയിട്ട് വരുമ്പോഴത്തേനും നമ്മൾ മാക്സിമം അവരെ ഇപ്പോൾ ഡിവോഴ്സ് തോട്ടൊക്കെ ആയിട്ട് വരുന്നവരെ നമ്മൾ വേർപിരിക്കാനല്ല, കൂടുതൽ അവരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് ശ്രമിക്കുന്നത്. എങ്കിലും ഏതെങ്കിലുമൊക്കെ മൊമെന്റ്സിൽ ഇത് ടോക്സിക് ആണ്, ഇവർ രണ്ട് വഴിക്ക് പോകുന്നതാണ് നല്ലത് എന്നൊക്കെയുള്ള ക്ലയൻസ് അങ്ങനെ വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എന്തിനാ റിലേഷൻഷിപ്പ്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാനല്ല റിലേഷൻഷിപ്പ്. പക്ഷെ ചില ആളുകളുടെ നോക്കുമ്പം അവരെന്തായാലും ഒന്നിച്ചു പോയി കഴിഞ്ഞാൽ ശരിയാവാതെ വരുന്ന ആളുകളുണ്ട്. കാരണം അവർ രണ്ടുപേരും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സൺ, രണ്ടുപേരും ഒട്ടും അതിൻ്റെ അകത്ത് താന്നു കൊടുക്കാൻ റെഡിയാവില്ല. ഞാൻ പിടിച്ചതാ ശരി എന്നുള്ള രീതിയിലായിരിക്കും രണ്ടുപേരും നിൽക്കുന്നത്. ഈഗോ. അപ്പൊ ഈഗോ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഇപ്പം അതിനെ സൈക്കോളജി പരമായിട്ട് നമുക്ക് ഇപ്പം ഹസ്ബൻഡ് വൈഫിനെയൊക്കെ നമുക്ക് പേഴ്സണാലിറ്റി വൈസ് ഒക്കെ തിരിച്ച് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് വേറെ കുറച്ച് കാര്യങ്ങളോട് ഡിസ്കസ് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇവർ രണ്ടുപേരും ഒന്നിച്ചു പോയാൽ ശരിയാവില്ല. അപ്പോൾ നമ്മൾ അവരോട് അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയില്ലെങ്കിൽ കൂടിയും നമുക്ക് ഏറെക്കുറെയൊക്കെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ അത് അങ്ങനെയുള്ള കേസുകളാണ് ഞാൻ പറഞ്ഞല്ലോ, തീരെ ഒത്തുപോവില്ല. കാരണം അവർ ഒത്തുചേരേണ്ടവരായിരുന്നില്ലാത്ത ആൾക്കാർ തന്നെയാണ്. ഒട്ടും അങ്ങനെ ഒരു റിലേഷൻഷിപ്പിനോ അങ്ങനെ ഒരു ഇതിനോട് താല്പര്യം ഇല്ലാത്ത ആളുകൾ. അങ്ങനെയുള്ളവർ വരുമ്പോ എന്ത് ചെയ്യും? അങ്ങനെയുള്ളവർ വരുമ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയട്ടെ, അവരെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കുവാണോ അതേ അവരെ രണ്ടുപേരെ മനസ്സിലാക്കിപ്പിച്ച് വിടാൻ ശ്രമിക്കും? മനസ്സിലാക്കിപ്പിച്ച് വിടുക തന്നെയുള്ളൂ. കാരണം ഇപ്പം ഒരുമിക്കുന്നതോ അല്ലെങ്കിൽ ഏതാണ് ബെറ്റർ എന്ന് ഒരാൾക്ക് ഒരു മനസ്സമാധാനപരമായിട്ടുള്ള ജീവിതത്തിനാണല്ലോ നമ്മുടെ അടുത്ത് വരുന്നത്. ചിലർ ഒന്നിച്ചു പോകുമ്പോഴായിരിക്കും അത് കിട്ടുക. അതിനായിട്ട് അവർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതിയോ. ചില ആളുകൾ ഒന്നിക്കാതിരിക്കുമ്പോഴായിരിക്കും അവർക്ക് കിട്ടുക. കാരണം അങ്ങനെ തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കേസുകളൊക്കെയാണ് അങ്ങനെ പോകുന്നത്. അപ്പം അതിനകത്ത് നമ്മളങ്ങനെ അവരുടെ ആഗ്രഹമാണ് നമ്മൾ ഇതാക്കി കൊടുക്കുന്നത്. ചില ആളുകൾ ഭയങ്കര പ്രശ്നം ഉണ്ടെങ്കിലും ഇതെങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരാമോ എന്ന് ചോദിച്ചു വരുന്ന ആളുകളുണ്ട്. ഒത്തിരി പേരുണ്ട് പിള്ളേർക്ക് വേണ്ടി മാത്രം ഒരു മാരിറ്റൽ ജീവിതം ഇങ്ങനെ കൊണ്ടുപോകുന്ന കുറേ പേരുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, എല്ലാ കാര്യവും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എഫേർട്ട് വേണം. അതായത് ഇപ്പം നമ്മളൊരു സ്ഥാപനം തുടങ്ങി അത് ഭംഗിയായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എന്താ വേണ്ടത്? നമ്മൾ നിരന്തരമായിട്ട് എഫേർട്ട് ഇടണം. അതിലെ കുറവുകൾ എന്താണെന്ന് നോട്ടീസ് ചെയ്ത് അത് പരിഹരിച്ച് അതേ പുതിയ ഐഡിയാസ് എന്തൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും നോക്കണം. ഈ സെയിം പോലെ തന്നെയാണ് നല്ലൊരു ഫാമിലി ലൈഫും. എഫേർട്ട് വേണം. അത് ഒരു ടിപ്പിക്കൽ മൊമെന്റിലായി കഴിയുമ്പോൾ ആർക്കും ഇതിനോട് എഫേർട്ട് കൊടുക്കാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ വരുമ്പോഴാണ് കുട്ടികൾക്ക് വേണ്ടിയെന്ന് അതാണ് അവരൊരു എഫേർട്ടായിട്ട് കാണുന്നത്. അപ്പം അങ്ങനെയെങ്കിലും നിലനിൽക്കാൻ വേണ്ടിയിട്ട് അവരങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു എഫേർട്ട് ഇത് വളരെ ഫ്രീ ആയിട്ട് കിട്ടേണ്ട ഒന്നാണെന്നാണ് എല്ലാവരുടെയും വിചാരം. അതായത് നമ്മളൊരു സോൾമേറ്റിനെ കല്യാണം കഴിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്നാണ്. പക്ഷെ അങ്ങനെ ഒരു സോൾമേറ്റ് ഈ ലോകത്തില്ല. ആർക്കും അങ്ങനെ ഒരു സോൾമേറ്റ് കിട്ടില്ല. കാരണം എല്ലാ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള പെർഫെക്ഷൻസും ഇംപെർഫെക്ഷൻസും ഉണ്ട്. പിന്നെ അത് സോൾമേറ്റ് ആണെന്ന് നമുക്ക് അങ്ങനെ ഒരു സോൾമേറ്റിനെ തെരഞ്ഞ ആരും ഇരുന്നിട്ട് കാര്യമില്ല.
ശരിയാ, ചിലരിങ്ങനെ എന്താ എനിക്ക് ഇന്ന ആളെ കിട്ടിയാലേ ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ, ഇന്നതാണ് എൻ്റെ, അങ്ങനെ പറഞ്ഞ ഒത്തിരി പേരുണ്ടാവില്ലേ നമുക്ക്. പക്ഷെ നമുക്കിപ്പോ ഈ പറഞ്ഞാല് മാനിഫെസ്റ്റേഷനിലൊക്കെ ഞാൻ പറയാം, ഇപ്പം നല്ല നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പാർട്ട്നേഴ്സിനെയൊക്കെ നമ്മൾ തോട്ട്സ് കൊണ്ടൊക്കെ കണക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അപ്പൊ അത് നമ്മൾ ട്രൂ ലവിനെ തന്നെ എക്സ്പെക്ട് ചെയ്ത് ഇപ്പം എൻ്റെ പാർട്ട്ണർ നല്ല കെയറിങ് ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ ശരിക്കും എനിക്ക് അയാളെ കെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ഞാൻ നോക്കേണ്ടത്. അപ്പൊ നമ്മൾ നമ്മുടെ പാർട്ട്നേഴ്സിന് വേണ്ട ഗുണഗണങ്ങൾ എഴുതുമ്പോൾ ആ ഗുണത്തിലാണോ ഞാൻ നിൽക്കുന്നത് എന്നുള്ളത് ആദ്യ ചോദ്യം. അത് ടിക്കാണെങ്കിൽ മാത്രമാണ് അടുത്തതിന് നമുക്ക് യോഗ്യതയുള്ളൂ. എന്നെ കരുതണം, മനസ്സിലാക്കണം, റെസ്പെക്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാൻ അവർക്ക് റെസ്പെക്ട് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പൊ എല്ലാവരും ഈ പറഞ്ഞ പോലെ എൻ്റെ കാര്യം എന്നുള്ളതാണ്. അത് മാറ്റിയിട്ട് നമ്മൾ അവരെയും കൂടെ ഒന്ന് കാണാൻ ശ്രമിച്ചാൽ തന്നെ ഏറെക്കുറെയൊക്കെ ഇത് ചെയ്യും. പിന്നെ ഈ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസിന്റെ ഫാമിലി ലൈഫ്, അവരുടെ ഓരോ പീരീഡിൽ അവരെ കെയർ ചെയ്യുന്ന രീതികൾ, ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇതൊന്നും ഫാമിലിയിൽ ഇല്ലാതെ ആവുമ്പോൾ, പക്ഷെ അവർ വിചാരിക്കുന്നില്ല എപ്പോഴും ഒരു മീഡിയ എന്ന് പറയുമ്പം ഇപ്പൊ ഒരു സിനിമയല്ല ജീവിതം എന്ന് പറയാറുണ്ട്. എന്നാൽ സിനിമയുടെ ഒരു മിനി വേർഷനാണ് ഇപ്പൊ നമ്മൾ കാണുന്ന ഓരോ യൂട്യൂബ് ചാനൽസും. അല്ലാതെ കാരണം എന്താ, നമുക്ക് ആ വ്യൂവേഴ്സിന് നമുക്ക് എപ്പോഴും ഒരു അട്രാക്ഷൻ കിട്ടുന്ന കണ്ടന്റ്സ് കൊടുക്കണം. അതാണ് അവർ ചെയ്യുന്നതെന്നുള്ള ഒരു മിനിമം കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ എപ്പോഴും നമുക്ക് അങ്ങനെ ഒരു വീട് കൊണ്ടുപോകാൻ പറ്റും. ഒരു ക്യാമറ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളൊന്ന് അലേർട്ട് ആവില്ലേ? അങ്ങനെ ഒരു ബോധ്യം. ഇപ്പൊ നമ്മളിപ്പോ രാവിലെ എഴുന്നേക്കുന്ന ഒരു സീനാണെന്ന് വെച്ചോ, പക്ഷെ അതിന് മുമ്പ് എഴുന്നേറ്റ് പോയി ക്യാമറയുടെ വെച്ചിട്ട് വേണ്ട ആ സീൻ എടുക്കാൻ. പക്ഷെ കണ്ടുകണ്ട ആളുകൾക്ക് അറിയില്ല. അയ്യോ, അവര് കണ്ടോ എഴുന്നേക്കുമ്പോഴത്തേക്കും എന്ത് സ്നേഹമായിട്ട് കാണിക്കുന്നത്, ആ പ്രഗ്നൻസി പീരീഡിൽ എന്ത് കെയറിങ്. അപ്പൊ ഇത് ഞാൻ എടുക്കാൻ പോവാട്ടോ, ഇങ്ങനെ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഓൺ ചെയ്യുമ്പോഴല്ലേ അത് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ എന്ന് പറയുന്നത് പോലെ അതാണ് റിയൽ ലൈഫ് എന്ന് ചിന്തിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ ഇത് ഒരു ബോധ്യത്തോടെ അത് എൻജോയ് ചെയ്യാൻ ആസ്വദിക്കാം. നല്ല സിനിമകൾ പോലെ യൂട്യൂബ് ചാനൽസ് എൻജോയ് ചെയ്യാം. പക്ഷെ അത് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആളുകളുടെ ലൈഫ് അങ്ങനെ തന്നെയാണെന്ന് നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ പേരൻറ്റിങ്ങിലേക്ക് നമ്മൾ തിരിച്ചു വരുവാണെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് യെസ് ഓർ നോ അത് പറയാൻ നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ യെസ് ഏതാണ്, നോ ഏതാണ്, അല്ലെങ്കിൽ ബാഡ്, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച്, ബാഡ് ഏതാണ്, ഗുഡ് ഏതാണ്. അപ്പോൾ പേരൻറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു നല്ല പേരൻറ്റ് എങ്ങനെയായിരിക്കും? ഇപ്പോൾ നമ്മളിപ്പോൾ ചിലർ പറയും ഞാൻ എൻ്റെ മക്കളെ തല്ലാറേയില്ല, ചിലർ ഞാൻ എൻ്റെ മക്കളെ തല്ലിയാണ് വളർത്തുന്നത്. അപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ ആവും, ഇത് തല്ലിയാണോ ചെയ്യേണ്ടത്, വഴക്ക് പറയുകയാണോ ചെയ്യുന്നത്? വഴക്ക് പറഞ്ഞാൽ ചിലപ്പോൾ ഇനി നമുക്കറിയാലോ, പത്രമൊക്കെ നോക്കിയാൽ അറിയാം എത്ര പിള്ളേരാണ് ഒരു ചെറിയ നിസാര വഴക്കിന് പോയി സൂയിസൈഡ് ഒക്കെ ചെയ്തത്. അപ്പൊ ഇപ്പോഴത്തെ പിള്ളേരെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം? ലിസൺ വിത്തൗട്ട് ജഡ്ജ്മെന്റ്സ് എന്ന് ഞാൻ പറയും. അതായത് ബി എ റോൾ മോഡൽ. അതായത് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഒരു റോൾ മോഡൽ ആവാൻ പറ്റുവാണെങ്കിൽ അതാണ് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു എക്സാമ്പിൾ. ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യരുത് നമ്മുടെ കുട്ടികളോട് പറയുകയാണ്, നമുക്കും ഫോൺ യൂസ് ചെയ്യാതിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് പറയാം. ഞാനൊരു ദിവസം ട്രൈ ചെയ്തു, ഞാൻ വിചാരിച്ചു അവന്റെ അടുത്ത് ഫോൺ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ ഫോൺ താഴെ വെക്കണ്ടേ? എവിടെ എനിക്കത് താഴെ വെക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ പറയും നമ്മുടെ ജോലിയുടെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായത് പറയും, പക്ഷെ എന്നാലും ഇതിനൊക്കെ ഒരു ടൈം വെക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കൊരു ടൈം സോൺ ഒക്കെ കൊടുക്കാം, അല്ലെങ്കിൽ ഏരിയ സോൺ വെക്കാം. ഇപ്പം ഇതൊരു ഫോൺ സോൺ ആയിട്ട് വെച്ചോ എല്ലാവരും വീട്ടില്. ആ ഫോൺ സോണിൽ മാത്രം എല്ലാവരും ഫോണുമായിട്ട് നടന്നാൽ മതി, ബാക്കി സ്ഥലത്ത് നിങ്ങൾ ഫോൺ യൂസ് ചെയ്യേണ്ട. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു ഫാമിലി ടൈം, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ഒരു വേദി കൊടുക്കണം പിള്ളേർക്ക് എന്ന് വിചാരിച്ചുകൊണ്ട് പാരന്റ്സ് ഒത്തിരി ഫ്രണ്ട്ഷിപ്പിലേക്ക് പോയാലും തീരെ സ്ട്രിക്റ്റ് ആയാലും പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ പറയില്ലേ, കുഞ്ഞി കിളീനെ കൈ പിടിക്കുന്ന പോലെ. ഇപ്പൊ ഒരു കുഞ്ഞി കിളീനെ ഇങ്ങനെ അങ്ങ് പിടിച്ചാൽ കിളി അങ്ങ് പറന്നു പോകും. നേരെ മറിച്ച് അതിനിങ്ങനെ ഞെക്കി പിടിച്ച് അതിന് ശ്വാസം മുട്ടും. നേരെ മറിച്ച് അതിന് ഒരു കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെ വേണം നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കാനായിട്ട്. അപ്പൊ അവർക്ക് തോന്നണം അവർക്ക് ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യവും ഫ്രീഡവും ഒക്കെ ഉണ്ടെന്ന്. പക്ഷെ നമ്മൾ നോ പറയേണ്ടടുത്ത കുട്ടികളെ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടടുത്ത് അത് റെസ്ട്രിക്ട് ചെയ്യാനായിട്ടൊരു കഴിവാണ്. അവിടെ ഇമോഷണൽ ഇന്റലിജൻസാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു പാരൻ്റ് ആവുക. അപ്പം പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഒരു മെൻറ്റർ രീതിയിൽ നമ്മൾ കുട്ടികളുമായിട്ട് അപ്രോച്ച് ചെയ്താൽ നമുക്ക് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാം. ഒരു അമ്മ എന്നുള്ള നിലയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇമോഷണൽ ആവുന്നത്. ഇപ്പം നമ്മുടെ ഒരു കുട്ടി എക്സാമിന് ഫെയിലായി, ഇപ്പോൾ ഒരു അമ്മ അയ്യോ എൻ്റെ കൊച്ചു തോറ്റുപോയി എന്നുള്ളതായിരിക്കും ആദ്യം വരുന്നത്. ഇപ്പോൾ ഒരു കൊച്ചു തോറ്റുപോയെന്ന് പറഞ്ഞാൽ നമ്മളൊരു മെൻറ്ററിൻ്റെ അടുത്ത് കൊണ്ടുപോകണമെങ്കിൽ പറയും സാരയില്ല, തോൽവിയൊക്കെ ജീവിതത്തിന് ഭാഗമാണ്, മോനെ എങ്ങനെയാണ്, മോൻ്റെ വീക്ക് പോയിന്റ് എന്താ, നെക്സ്റ്റ് ടൈം നമുക്ക് ഇത് ഇമ്പ്രൂവ് ചെയ്യാം കേട്ടോ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ആ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ആക്ഷൻ സ്റ്റെപ്പ് നമ്മൾ എടുക്കുകയും ചെയ്യണം. വെറുതെ അങ്ങ് ഈസി മട്ടിലല്ല. പക്ഷെ തോൽവി കൊണ്ട് ആ കുട്ടികളുടെ ലൈഫ് തീർന്നൊന്നുമില്ല, പോട്ടെ, അത് ഓക്കെയാ. പിന്നെ ചില പിള്ളേരുണ്ട്, കൂടുതലും ടീനേജേഴ്സ് ഉള്ള പാരൻസ് ഇരുന്നാണ് ലവ് അഫെയർസ്. കാരണം ഒരു 8th 9th 10th ഒക്കെ ആകുമ്പോഴത്തേക്കും കുട്ടികൾ പ്രണയത്തിലേക്കാവും. കാരണം പണ്ടത്തെ പോലെ അല്ല, ഇപ്പം ഇൻസ്റ്റാഗ്രാമും ഒക്കെ എല്ലാം അവൈലബിൾ ആയതുകൊണ്ട് ചാറ്റ് ചെയ്യാനും അത് പാരൻസിൽ നിന്ന് ഹൈഡ് ചെയ്യാനും ഒക്കെ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്.
അപ്പോൾ അത് വലിയൊരു കേസായിട്ട് എപ്പോഴും വരാറുണ്ട്. അപ്പോൾ പാരൻസിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു ടീനേജിലേക്ക് എത്തുമ്പോൾ ഈ അട്രാക്ഷൻ നോർമലാണ്. പക്ഷെ അവിടെ നമ്മൾ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് നമ്മളുടെ അടുത്ത് വന്നവർക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സമയത്ത് അവരെ കൊണ്ട് നോ പറയിപ്പിക്കാനൊക്കെ പറ്റും. നേരെ മറിച്ച് നീ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കില്ല അവൻ അങ്ങനെ മെസ്സേജ് അയക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ കുട്ടികൾ പിന്നെ നമ്മുടെ അടുത്ത് പേടിച്ചിട്ട് പോലും ഒന്നും ഷെയർ ചെയ്യില്ല. സോ ഒത്തിരി അങ്ങ് സ്വാതന്ത്ര്യവും വേണ്ട. പക്ഷെ തെറ്റാണ്, അത് വേണ്ടാന്ന് പറയേണ്ടടുത്ത് വേണ്ടാന്ന് പറയണം. അല്ലാതെ നമ്മൾ അയ്യോ മോനെ എന്ന് പറഞ്ഞാൽ ഒത്തിരി പാമ്പർ ചെയ്താലും പറ്റില്ല. ഇപ്പം അടി കൊടുക്കേണ്ട അടുത്ത് അടി കൊടുത്തോ, അടി കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ കൊച്ചിൻ്റെ അടുത്ത് എന്നിട്ട് പറയാം മോനെ അമ്മ ഇതുകൊണ്ടാട്ടോ അടിച്ച, മോൻ ഇനി അത് റിപ്പീറ്റ് ചെയ്യരുത്, എൻ്റെ കുഞ്ഞ് നന്നായി വരും എന്നൊരു വാക്കൊരു പാരന്റ് പറഞ്ഞാൽ ആ അടി അവൻ്റെ മനസ്സിൽ നിൽക്കില്ല. അവൻ ചെയ്ത മിസ്റ്റേക്കിൻ്റെ ഫലമാണെന്ന് തന്നെ അവന് മനസ്സിലാവും. ഇങ്ങനെ വേണം പാരന്റിങ് എന്ന് ഞാൻ പറയും.